Hello everyone, welcome to today's session. Last class we started our third module, and as we all know, the module 3 in the module 3 the major topic is stresses in soil. So we will be discussing about many stresses, different types of stresses, stress distribution and all in the third module. Okay. So before starting with this stresses in soil, we had to study some terminologies and we studied it in the last video. And today we will be going in detail of the stresses in soil. So what are stresses or what is the total stress within a soil mass means? So സ്ട്രെസ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അല്ലേ? അതായത് നമ്മളിപ്പം ഒരു ജിമ്മിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ലോഡ് എടുക്കുകയാണെങ്കിൽ, ഒരു വെയിറ്റ് ഉള്ളൊരു വസ്തു നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു സ്ട്രെസ് തോന്നും അല്ലേ? അപ്പോൾ നമ്മൾ ലോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് തോന്നുന്നത് അല്ലേ? അപ്പോൾ ഒരു ലോഡ് വരുമ്പോഴാണ് സ്ട്രെസ് വരുന്നത്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇത് നമുക്ക് എന്തായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? സോയിൽ മാസിൻ്റെ കേസിൽ നമുക്ക് അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഗ്രൗണ്ട് സർഫസിന് താഴെ ഒരു സെഡ് ഡെപ്തിൽ ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ കൺസിഡർ ചെയ്യുന്ന സോയിൽ മാസിൻ്റെ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ സിഗ്മ ഇസഡ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളതിനെ വെർട്ടിക്കൽ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ സിഗ്മ വി എന്നും ഹൊറിസോണ്ടലാണെങ്കിൽ സിഗ്മ എച്ച് എന്നും ഡിനോട്ട് ചെയ്യാം. ജനറലി നമുക്ക് സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യാം ടോട്ടൽ സ്ട്രെസ്സിനെ. ഓക്കെ, ടോട്ടൽ സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. സിഗ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് സിഗ്മ. അപ്പോൾ നമുക്ക് സിഗ്മ വി മീൻസ് സിഗ്മ വെർട്ടിക്കൽ സ്ട്രെസ്സിനെ സിഗ്മ വി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ താഴെ ഇസഡ് ഡെപ്തിൽ താഴെയുള്ള ഒരു സോയിൽ ഗ്രെയിൻ്റെ ആണല്ലോ അല്ലെങ്കിൽ സോയിൽ മാസിൻ്റെ ആണല്ലോ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെപ്ത് കാണും. ഡെപ്ത് എത്രമാത്രം കൂടുന്നോ അത്രയും മാത്രം ലോഡ് അതിൻ്റെ മുകളിലോട്ട് വരുവാണ്. ആ സോയിൽ മാസിൻ്റെ മുകളിലോട്ട് അത്രയും ഡെപ്ത് ഓഫ് സോയിലിൻ്റെ മാസാണ് വരുന്നത്, അല്ലെ ലോഡാണ് വരുന്നത്. സോ ആ ഡെപ്ത് കൂടുന്തോറും എന്ത് കൂടും? ഈ വെർട്ടിക്കൽ സ്ട്രെസ്സും കൂടും. ഓക്കെ, ഇതുപോലെ തന്നെ സോയിലിൻ്റെ വെയിറ്റ് എന്തിലാണ് ഇരിക്കുന്നത്? സോയിലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന ടേം യൂണിറ്റ് വെയിറ്റ് ആണ്. ഓരോ സോയിലിനും ഓരോ യൂണിറ്റ് വെയിറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിലും അതുപോലെ തന്നെ ഡെപ്തുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. ടോട്ടൽ സ്ട്രെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിലും അതുപോലെ തന്നെ ഡെപ്തുമാണ്. അത് പല സോയിലിലും പല യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ വി ആണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഗാമ ആണല്ലോ യൂണിറ്റ് വെയിറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇൻറ്റു ഇസഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർ വെർട്ടിക്കൽ സ്ട്രെസ്. ആൻഡ് ഹൊറിസോണ്ടൽ സ്ട്രെസ്സിനും ഇതേ ഇക്വേഷനൊക്കെ തന്നെ ആയിരിക്കും. നമ്മളിവിടെ വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഇവിടെ ഒന്നും കൂടെ അത് എടുത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. സെയിം ഇക്വേഷനാണ് ഇവിടെ. സിഗ്മ വി ഈക്വൽ ടു ഗാമ ഇസഡ്. ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ കണ്ട ഒരു സോയിൽ എലമെൻറ്റിനെ ഇവിടെ എടുത്തു. ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നതാണ് സോയിൽ എലമെൻറ്റ്. അതിനെ വലുതായിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ ഫിഗറിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രമാത്രം താഴെ ആയിരിക്കുമല്ലോ അതിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ദിസ് ഒരു കേസാണിത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഒരു സോയിൽ മാസിൻ്റെ അല്ലെങ്കിൽ സോയിൽ ഗ്രെയിനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി പറയാണ് നമ്മുടെ സോയിലിൻ്റെ മുകളിൽ, നമ്മുടെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ വെള്ളമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഡുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമാണ് ഉള്ളത്. അതായത് ഒരു ലെറ്റ്സ് കൺസിഡർ എ പോയിന്റ് ഓർ സോയിൽ മാസ് ബിലോ ലേക്ക് ഓർ എ റിവറിൻ്റെയോ ലേക്കിൻ്റെയോ താഴെയുള്ള സോയിൽ മാസിൻ്റെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ലോഡ് എങ്ങനെ ആയിരിക്കും?
ടോട്ടൽ ലോഡ് ദ ടോട്ടൽ ലോഡ് വിൽ ബി ദ സം ഓഫ് ദ സോയിലിൻ്റെ ലോഡും വാട്ടറിൻ്റെ ലോഡും, വെള്ളത്തിൻ്റെ ലോഡും കൂടെ അതിന് വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്ട്രെസ് വിൽ ബി ദ സം ഓഫ് ദ വെയിറ്റ് ഓഫ് ദ സോയിൽ അപ് ടു ദ സർഫസ് ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ എബോവ് ദിസ്. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ വി ഈക്വൽ ടു ഗാമ, അതായത് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു സോയിലിൻ്റെ ലെയറിൻ്റെ തിക്നെസ് എത്ര, Z പ്ലസ് വാട്ടറിൻ്റെ എത്ര വരും, ZW ഇൻറ്റു ഗാമ W. കാരണം എന്താ, യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഗാമ W റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഗാമ W. മനസ്സിലായല്ലോ? അപ്പോൾ വെള്ളത്തിൻ്റെ വെയിറ്റ് അവിടെ എടുക്കേണ്ടത്, അതുകൊണ്ട് ഗാമ W എടുത്തു. സോയിലിൻ്റെ വെയിറ്റ് എടുക്കണമെങ്കിൽ ഗാമ എടുക്കണം. അപ്പം ഇങ്ങനെയാണ് ഒരു സോയിലിൻ്റെ മുകളിൽ വെള്ളം വരുവാണെങ്കിൽ, ഒരു സോയിൽ ലെയറിൻ്റെ മുകളിൽ വാട്ടർ സർഫസ് വരുവാണെങ്കിൽ അതിൻ്റെ ഡെപ്തും എടുത്ത് അതിൻ്റെ യൂണിറ്റ് വെയിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റ് വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെടുക്കാൻ. അതായത് യൂഷ്വലി നമ്മളൊരു പോയിൻറ്റിൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ സോയിലിൻ്റെ സെൽഫ് വെയിറ്റും വരും, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്റ്റേണലി ലോഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോഡും കൂടെ എടുക്കണം. സോ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സെൽഫ് വെയിറ്റിൻ്റെയും സർഫസ് ലോഡിങ്ങിൻ്റെയും കൂടെ ഒരു സം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ കേസ് വരുന്ന മിക്കവാറും ലേക്കോ റിവറോ സോയിൽ ലെയറിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോഴാണ്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് ബിലോ എ റിവർ ഓർ ലേക്ക്. ഈ കേസ് തന്നെയാണ് നേരത്തെ കാണിച്ചത്. സ്ട്രെസ്സസ് ഇൻ സാച്ചുറേറ്റഡ് സോയിൽ. സോ ഇവിടെ പറയുന്നത്, ഇവിടെ രണ്ട് ടേംസാണ്, നമുക്ക് അറിയാത്ത രണ്ട് ടേംസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എഫക്റ്റീവ് സ്ട്രെസ് ആണ്, രണ്ടാമത് പറയുന്നത് സീപ്പേജ് പ്രഷറാണ്. അല്ലേ? എന്താണ് എഫക്റ്റീവ് സ്ട്രെസ്, അല്ലെ എഫക്റ്റീവ് പ്രഷർ എന്താണ്, അല്ലെങ്കിൽ സീപ്പേജ് പ്രഷർ എന്താണ്? അതായത് എഫക്റ്റീവ് സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് പോർ വാട്ടർ പ്രഷറിനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് എഫക്റ്റീവ് പ്രഷർ. എഫക്റ്റീവ് പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മ ഡാഷ് ആണ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. പോർ വാട്ടർ പ്രഷറിനെ U എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ സം ആയിരിക്കും. ടോട്ടൽ പ്രഷർ ഈസ് എ സം ഓഫ് എഫക്റ്റീവ് പ്രഷർ ആൻഡ് പോർ വാട്ടർ പ്രഷർ. ഓക്കെ, അപ്പം നമ്മളൊരു സോയിൽ എടുക്കുന്ന സമയത്ത് ആ സോയിലിന് സോളിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ വോയിഡ്സും ഉണ്ട്. അപ്പോൾ അതിന് സോയിൽസും വോയിഡ്സും കൂടെ എഫക്റ്റീവായിട്ട് എടുക്കുന്ന പ്രഷറിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. രണ്ടിനെയോടെ സമ്മായിട്ട് എടുക്കുന്ന പ്രഷറിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അതിൻ്റെ ആ സോളിഡ് മാത്രം എടുക്കുന്ന പ്രഷറിനെയാണ് എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അതിലെ വോയിഡ്സിലുള്ള വെള്ളം, പോസിലുള്ള വെള്ളം എടുക്കുന്ന പ്രഷറിനെയാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ, പോർ വാട്ടർ പ്രഷറിൻ്റെ കൂടെ എഫക്റ്റീവ് പ്രഷറിൻ്റെ കൂടെയും കൂടെ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ കൂടെയും സമ്മാണ് എന്ത്, ടോട്ടൽ സ്ട്രെസ്. അതായിരിക്കും മാക്സിമം സ്ട്രെസ് ഒരു സോയിലിന് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് എപ്പോഴേലും ഒരു സീപ്പേജ് ഉണ്ടാവുകയാണെങ്കിൽ, അത് സീപ്പേജ് എന്ന് പറഞ്ഞാൽ വെള്ളം മുകളിലോട്ടോ താഴോട്ടോ വല്ലതും പോർസിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റിനെയാണ് സീപ്പേജ് എന്ന് പറയുന്നത്. സീപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് സീപ്പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ പോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് സീപ്പേജ് പ്രഷർ എന്ന് പറയുന്നത്. എഫക്റ്റീവ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് സീപ്പേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ പഠിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ മൾട്ടി ലെയർഡ് സോയിലാണ്. അതായത് 3 ലെയറൊക്കെ വരുവാണെങ്കിൽ, 3-4 ലെയർ വരുവാണെങ്കിൽ ടോട്ടൽ സ്ട്രെസ് എത്ര വരും? ഓരോ ലെയറിൻ്റെയും ഡെപ്ത് കൊണ്ട് ആ ലെയറിൻ്റെ യൂണിറ്റ് വെയിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതായത് ഇതിലെങ്ങനെ വരും? ടോട്ടൽ സിഗ്മ എന്ന് പറയുന്നത്, സിഗ്മ വി എന്ന് പറയുന്നത് ഗാമ 1 Z1 പ്ലസ് ഗാമ 2 Z2 പ്ലസ് ഗാമ 3 Z3 അല്ലേ? ഇത് ഗാമ 1, ഇത് ഗാമ 2, ഇത് ഗാമ 3 ആണെങ്കിൽ സം ഓഫ് ദ ഓരോ ലെയറിലുള്ള സ്ട്രെസ്സിൻ്റെയും കൂടെ സം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി, ടോട്ടൽ സ്ട്രെസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് വിത്ത് എ സർഫസ് സർചാർജ് ലോഡ്. സർചാർജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ?
സർചാർജ് ലോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഒരു ലോഡ് വരുന്നുണ്ടെങ്കിൽ, ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു ലോഡ് നമ്മുടെ സോയിൽ ലെയർ ഗ്രൗണ്ട് ലെവലിൽ വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബിൽഡിംഗ് ആവാം, ഒരു ഡാം ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പം ലെറ്റ് ഇറ്റ് ബി ക്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇറ്റ് ദ സെയിം, ഇറ്റ് ഹാസ് എ സെയിം യൂണിറ്റ് ഓഫ് pressure or stress. So it can be directly added with the vertical stress. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ വരെയുള്ള നമ്മുടെ വെർട്ടിക്കൽ പ്രഷർ എത്ര? സിഗ്മ വി എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു ഇസഡ് ആണല്ലോ. ഇവിടെ ഒരു സർചാർജ് ലോഡ് ക്യൂ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി ക്യൂ ആഡ് ചെയ്യാം, കാരണം അതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇൻ ക്വസ്റ്റ്യൻസിൽ ചിലപ്പം ലോഡിലാണ് തന്നെ, കിലോ ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവർ ഏരിയ തന്നു കാണും. ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ്. സോ നമുക്ക് ഗാമ ഇസഡിൻ്റെ കൂടെ ഈ ലോഡും കൂടെ ഡയറക്റ്റ്ലി അങ്ങ് ആഡ് ചെയ്യാം, കാരണം ഈ ലോഡ് താഴോട്ടാണല്ലോ വരുന്നത്. സെൽഫ് വെയ്റ്റ് ഓഫ് ദ സോയിലിൻ്റെ കൂടെ തന്നെ വരുന്ന ലോഡാണ് ഈ സർചാർജ് ലോഡിങ്. എക്സ്ട്രാ വരുന്ന ലോഡായതുകൊണ്ട് അതുകൂടെ ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതാണ് ഈ കണ്ടീഷനിൽ വരുന്ന വെർട്ടിക്കൽ സ്ട്രെസ്. ടോട്ടൽ സ്ട്രെസ് പ്ലസ് സർചാർജ് ലോഡ് ക്യൂ. ഇനി നമ്മൾ പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ പോർ വാട്ടർ പ്രഷർ ക്യാൻ ഓൾസോ ബി കോൾഡ് as ന്യൂട്രൽ സ്ട്രെസ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ യു ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താണെന്ന് പറഞ്ഞാൽ പോർസിൻ്റെ, അതായത് ഗ്യാപ്പ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്യാപ്പിന് ഇടയിലുള്ള ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന പ്രഷറാണ് പോർ വാട്ടർ പ്രഷർ. പോർ വാട്ടർ പ്രഷേഴ്സ് ബിലോ ദ ഫ്രിയാറ്റിക് ലെവൽ ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ ആർ മെഷേർഡ് വിത്ത് പീസോമീറ്റേഴ്സ്. അതായത് നമ്മൾ യൂഷ്വലി പീസോമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടല്ല ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രഷർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഫ്രിയാറ്റിക് ലെവൽ എന്ന് പറഞ്ഞ ലെവലുണ്ട്. ആ ലെവലിന് താഴെ ട്യൂബിലൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഫ്രിയാറ്റിക് ലെവലാണ് നോക്കുന്നത്, ഒരുപാട് താഴെ ആയിരിക്കും. അങ്ങനെയുള്ള ലെവലിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പീസോമീറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പോർ വാട്ടർ പ്രഷർ അറ്റ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് 0 ആണ്, അല്ലേ? നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ വെല്ലൊക്കെ കുഴിച്ച് കഴിയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ അല്ല, അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. സോ അതിന് നമ്മളൊരു പീസോമീറ്റർ വെച്ച് മെഷർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അത് പുറത്തോട്ടൊരു പ്രഷറും ജനറേറ്റ് ചെയ്യുന്നില്ല, പ്രഷർ മേക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഒരു ട്യൂബിൽ ഒഴിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര പ്രഷറായിരിക്കും, കാരണം ഒത്തിരി താഴെയാണ്, അത് കൺഫൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് പ്രഷർ കാണും അതിന്. അപ്പോൾ താഴോട്ട്, വാട്ടർ ടേബിളിൻ്റെ താഴോട്ട് പ്രഷർ കൂടും. വാട്ടർ ടേബിളിൻ്റെ മുകളിൽ സർഫസിൽ പ്രഷർ കാണത്തില്ല, പക്ഷേ താഴോട്ട് വരുംതോറും പ്രഷർ കൂടി വരും. നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഫിഗർ നോക്കുമ്പോൾ വാട്ടർ ടേബിളിൽ വാട്ടർ ടേബിൾ സർഫസിൽ പ്രഷർ കിട്ടത്തില്ല, കാരണം അവിടെ 0 ആയിരിക്കും. പക്ഷേ താഴോട്ട് വരുംതോറും പ്രഷർ കൂടി വരും, കാരണം അപ്പോഴാണ് ഡെപ്ത് കൂടുന്നത്, അതുകൊണ്ട് പ്രഷർ കൂടി വരും. സോ പോർ വാട്ടർ പ്രഷർ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് പോർ വാട്ടർ പ്രഷർ എന്ന്. അപ്പം നമ്മുടെ വോയിഡ്സിലുള്ള വെള്ളം, ഓക്കെ, ആ വോയിഡ്സിലുള്ള പോസിലുള്ള സോയിൽ മാസിൽ കണക്റ്റഡ് ആവുന്ന ആ വാട്ടർ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രഷർ, അതിനെയാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാട്ടർ ഇറ്റ് വിൽ ട്രൈ ടു സെപ്പറേറ്റ് ദ ഗ്രെയിൻസ്, സോയിൽ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കും. ആ പ്രഷറിനെയാണ് നമ്മൾ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പോർ വാട്ടർ പ്രഷർ അറ്റ് എനി ഡെപ്ത് വിൽ ബി ഹൈഡ്രോസ്റ്റാറ്റിക് സിൻസ് ദ വോയിഡ് സ്പേസ് ബിറ്റ്വീൻ ദ സോളിഡ് പാർട്ടിക്കിൾസ് ഈസ് കണ്ടിന്യൂസ്. Therefore at depth s z u equal to gamma w into z. കാരണം ഇത് പോർ വാട്ടർ പ്രഷറാണ്, അപ്പോൾ ഒരിക്കലും ഇതിന് ഗാമ വരത്തില്ല, ഇതിന് ഗാമ ഡബ്ല്യു ആയിരിക്കും വരുന്നത്. ഗാമ ഡബ്ല്യൂയുടെ എന്തായിരിക്കും വാല്യൂ? എത്ര ആയിരിക്കും? 9.81 ആണ് ഗാമ ഡബ്ല്യുവിൻ്റെ വാല്യൂ, കാരണം വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 9.81 ആണ്. ഓക്കെ, അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഗാമ ഡബ്ല്യു ഇൻറ്റു ഇസഡ് ആണ്, കാരണം ഇത് പോർ വാട്ടർ പ്രഷറാണ്. അപ്പോൾ വാട്ടറിൻ്റെ തന്നെ യൂണിറ്റ് വെയിറ്റ് എടുക്കണം. വോയിഡിൻ്റെ ഇടയിലുള്ള
വെള്ളത്തിൻ്റെ പ്രഷറാണ് പോർ വാട്ടർ പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾ ഗാമ ഡബ്ല്യു എടുക്കുന്നത്. അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വാട്ടർ ടേബിൾ വരെയുള്ള ഡെപ്താണ് നമ്മൾ എടുക്കുന്നത്. വാട്ടർ ടേബിൾ വരെയുള്ള, കാരണം ആ വാട്ടർ ടേബിൾ വരെയുള്ള ഡെപ്തിലെ വെള്ളം വരത്തുള്ളൂ. ഈ ഭാഗത്ത് മാത്രമേ വെള്ളം വരൂ. ഇതിനിടയ്ക്ക് വാട്ടർ വരത്തില്ല. ഗ്രൗണ്ട് ലെവലിലും വാട്ടർ ടേബിളിന് താഴോട്ടേ ഉള്ളൂ വെള്ളം, അല്ലേ? ടേബിളിൻ്റെ മുകൾ വശം വരെയല്ലേ വെള്ളം വരും, അതിന് മുകളിലോട്ട് വെള്ളം വരത്തില്ലല്ലോ. സോ വാട്ടർ ടേബിൾ തൊട്ട് ആ പോയിന്റ് കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡെപ്ത് മാത്രം എടുത്താൽ മതി. അതാണ് ഇതിലെ പ്രത്യേകത. നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് സ്ട്രെസ്. ഇപ്പോഴാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ്സിലേക്ക് വരുന്നത്. നമ്മുടെ മോഡ്യൂളിലെ ഫസ്റ്റ് പോയിന്റ് തന്നെ എഫക്റ്റീവ് സ്ട്രെസ്സാണ്. അതിലോട്ട് എത്തുന്നത് ഇപ്പോഴാണ്. എന്തൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ്സിലേക്ക് എത്തിയെന്ന് മനസ്സിലാവും. എഫക്റ്റീവ് സ്ട്രെസ് അല്ലെ ഇൻ്റർ ഗ്രാനുലാർ പ്രഷർ എന്നും പറയാം. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഗ്രെയിൻ ടു ഗ്രെയിൻ അറ്റ് ദ കോൺടാക്ട് പോയിന്റ്സ് ത്രൂ എ സോയിൽ മാസ് കോസിങ് ഡിസ്പ്ലേസ്മെൻറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞു, സിംപ്ലി പറയുകയാണെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സോയിൽ ഗ്രെയിൻസിൻ്റെ, സോളിഡ്സിൻ്റെ മാത്രം പ്രഷറാണ് എഫക്റ്റീവ് സ്ട്രെസ്. അതിനകത്ത് വോയിഡ്സിലുള്ള വെള്ളം വരത്തില്ല. ഈ വെള്ളവും സോളിഡ്സും, അതായത് ഗ്രാനുലാർ പ്രഷറും രണ്ടും കൂടെ ചേർന്ന് വരുന്ന എന്ത്, ടോട്ടൽ സ്ട്രെസ്. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ്സിനെ പോർ വാട്ടർ പ്രഷറും കൂടെ ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഡാഷ് ആണെങ്കിൽ സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ദാറ്റ്സ് ദി ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് സ്ട്രെസ്. സോയിലിൻ്റെ കംപ്രഷനും ഷിയർ സ്ട്രെങ്ത്തും അതിൻ്റെ പ്രോപ്പർട്ടി ആണല്ലോ. അത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എഫക്റ്റീവ് സ്ട്രെസ്സിനെ ആണ്. അപ്പോൾ അതാണ് ഈ സ്ലൈഡിൽ നമുക്ക് പറയാനുള്ളത്. ഒന്നും കൂടെ ഒന്ന് എഴുതാം. സിഗ്മ ഡാഷ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. ദാറ്റ്സ് ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് സ്ട്രെസ്. സിഗ്മ ഡാഷ് അല്ലെങ്കിൽ സിഗ്മ ബാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മയാണ്. ഇപ്പോൾ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഗാമ ഡാഷ് ആണ്, സിഗ്മ ഡാഷ് ആണ്. പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് യു ആണ്. ഇത്രേ ഉള്ളൂ. എഫക്റ്റീവ് സ്ട്രെസ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് ടെർസാഗിയാണ്. ടെർസാഗി, ഓക്കെ. ടെർസാഗി ഫാദർ ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് എന്ന്. അതിൽ വരുന്നതാണ് ഇത് മൂന്നും. ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സസിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആണ് ടോട്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ്, പോർ വാട്ടർ പ്രഷർ. അപ്പോൾ ടോട്ടൽ പ്രഷർ ഈക്വൽ ടു എഫക്റ്റീവ് സ്ട്രെസ് പ്ലസ് പോർ വാട്ടർ പ്രഷറാണ്. അങ്ങനെയാണ് എഫക്റ്റീവ് സ്ട്രെസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ എന്ന് വരുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതുപോലെ ഏറ്റവും കൂടുതൽ ടോട്ടൽ സ്ട്രെസ് ആയിരിക്കും. So it is a sum of effective and poor water pressure. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് സോയിലിൻ്റെ ഇടയിൽ വാട്ടർ ഉണ്ട്. അപ്പം ആ വാട്ടർ ഗ്രെയിൻസിലോട്ട് പ്രഷർ ഉണ്ടാക്കും. അതിനെയാണ് യു എന്ന് പറയുന്നത്, പോർ വാട്ടർ പ്രഷർ. ആ വെള്ളം ഗ്രെയിൻസിലോട്ട് ഉണ്ടാക്കുന്ന പ്രഷറിനെയാണ് യു എന്ന് പറയുന്നത്, പോർ വാട്ടർ പ്രഷർ. ആ ഗ്രെയിൻസ് തമ്മിലുണ്ടാക്കുന്ന പ്രഷറിനെയാണ് എന്ത് പറയുന്നത്, ഗ്രാനുലാർ നെറ്റ്വർക്കിൽ കൂടെ ഉണ്ടാകുന്ന പ്രഷറാണ് സിഗ്മ ഡാഷ്, എഫക്റ്റീവ് സ്ട്രെസ്. അത് രണ്ടും കൂടെ കൂടുന്നതായിരിക്കും എന്ത്, ടോട്ടൽ സ്ട്രെസ്, അതായത് സിഗ്മ. അതാണ് ഈ പുറത്ത് കാണിച്ചിരിക്കുന്നത് സോയിലിൻ്റെ. ദിസ് ഈസ് ദ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ടോട്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് പോർ വാട്ടർ പ്രഷർ. സോ നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 എക്സാമ്പിൾസ് ആണ്, 2 പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനകത്ത് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് പോർ വാട്ടർ പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ് ഉണ്ട്, ടോട്ടൽ സ്ട്രെസ് ഉണ്ട്. 3 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിന് 3 ഡയഗ്രാംസ് ഉണ്ട്. അതിനെ നമ്മൾ പ്രഷർ ഡയഗ്രാംസ് അല്ലെങ്കിൽ സ്ട്രെസ് ഡയഗ്രാംസ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ട്രയാങ്കുലർ ഫോർമേഷൻ ആയിരിക്കും യൂഷ്വലി. ഇപ്പോൾ ഇത് ലെയർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും. ഇതായിരിക്കും ആ ട്രയാങ്കുലർ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡയഗ്രാം വരുന്നതിന് ചില കാര്യങ്ങളുണ്ട്.
അതെങ്ങനെയാണ് വരുന്നത്? അത് മൂന്ന് സ്ട്രെസ്സിനും മൂന്നായിരിക്കും. അതായത് ടോട്ടൽ സ്ട്രെസ്സിന് കുറച്ചുകൂടെ വലുതായിരിക്കും. പോർ വാട്ടർ പ്രഷറിൻ്റെയും എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെയും കൂടെ ഒരു സബ്മേഷൻ ആവുന്നല്ലോ ടോട്ടൽ സ്ട്രെസ്സ്. സോ ആ രണ്ട് ഡയഗ്രത്തെ കാട്ടി വലുതായിരിക്കും എന്ത്? ടോട്ടൽ സ്ട്രെസ്. അത് നമുക്ക് ഇത് ഈ പ്രോബ്ലത്തിൽ കൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഐഡിയ ആവും. ഐഡിയ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫിഗർ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൽ വെള്ളം കാണത്തില്ല, വാട്ടർ കാണത്തില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ടർ ടേബിൾ ഈസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ എന്നാണ്. ഓക്കെ, ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡ്രോ ദ ടോട്ടൽ സ്ട്രെസ്, പോർ വാട്ടർ പ്രഷർ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് ഡയഗ്രാംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ വാട്ടർ ടേബിൾ ഈസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ എന്നും പറയുന്നുണ്ട്. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവൽ ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ സോയിൽ ഈസ് സാച്ചുറേറ്റഡ് എന്നാണ്, അല്ലേ? സോയിലിനകത്ത് വെള്ളം ഉണ്ടെന്നാണ് അർത്ഥം. സോയിലിനകത്ത് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ എന്നെടുക്കാം. അവർ ഗാമ തരും, ഗാമയായിട്ട് തന്നെ എടുത്താൽ മതി. പക്ഷേ സോയിലിനകത്ത് വെള്ളം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വി ഷുഡ് ടേക്ക് ഗാമ സാറ്റ്. ഓക്കെ, ഗാമ സാച്ചുറേറ്റഡ് വേണം എടുക്കാൻ. പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ ഗാമ സാറ്റ് വേണം എടുക്കാം. ഗാമ ഇൻറ്റു ഹെഡ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്, ഡെപ്ത് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഗാമയ്ക്ക് പകരം ഗാമ സാറ്റ് വേണം എടുക്കുക. അപ്പോൾ തെറ്റിക്കാൻ ഗാമയും ചിലപ്പോൾ തരും, ഗാമ സാറ്റും തരും. വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ സാച്ചുറേഷൻ ഉണ്ടെങ്കിൽ, വെള്ളവുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, ആ സോയിലിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വി മസ്റ്റ് ടേക്ക് ഗാമ സാറ്റ്. അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ 0 to 11 മീറ്ററാണ് ഡെപ്ത് വേരി ചെയ്യുന്നത്. പക്ഷെ 4 മീറ്റർ വെച്ചിട്ട് ഒരു ബൗണ്ടറി വരുന്നുണ്ട്. 2 ലെയറായിട്ടാണ് സോയിൽ ഉള്ളത്. 2 ടൈപ്പ് സോയിൽ, 2 ഗാമ സാറ്റും തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഡെപ്തും തന്നിട്ടുണ്ട്, ഗാമ സാറ്റും തന്നിട്ടുണ്ട്. ഗാമ സാറ്റ് ഇൻറ്റു ഡെപ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ -4 മീറ്ററിൽ എത്രയാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെസ്? ടോട്ടൽ സ്ട്രെസ് എത്ര വരും? -4 മീറ്ററിൽ നമ്മുടെ ടോട്ടൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1.92 ആണ് നമ്മുടെ ഗാമ സാറ്റ്. അത് ടൺ പെർ മീറ്റർ ക്യൂബിലാണ് തന്നിരിക്കുന്നത്, അല്ലേ? ടൺ പെർ മീറ്റർ ക്യൂബിലാണ്. നമ്മൾ അതിലങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ യൂണിറ്റ് തന്നിരിക്കുന്ന യൂണിറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1.92 ഇൻറ്റു 4 മീറ്റർ ചെയ്തു. അപ്പോൾ അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് കിട്ടി. 4 മീറ്ററിലുള്ള ടോട്ടൽ സ്ട്രെസ് കിട്ടി. ഇനി അറ്റ് 11 മീറ്ററിൽ ഉള്ള ടോട്ടൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ആ 4 മീറ്ററിലുള്ള ടോട്ടൽ സ്ട്രെസ്സിൻ്റെ കൂടെ ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. ഓക്കെ, ഐ വിൽ ഷോ ഇൻ ദ ഡയഗ്രാം. അതായത് ഇവിടെ വരെ വരുന്ന ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്രയും ഡെപ്ത്, അതായത് 4 മീറ്റർ ഇൻറ്റു ഈ ഗാമ സാറ്റ് 1.92 ചെയ്യുന്നതായിരിക്കും ഇവിടെ വരെ ഉള്ളത്. അപ്പോൾ അറ്റ് 4 മീറ്റർ അല്ല, അറ്റ് -4 മീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ ഇസഡ് ആണ്. ഇവിടെ ഗാമ സാറ്റ് ആണ്, ഗാമ സാറ്റ് ഇൻറ്റു ഇസഡ് ആണ്. അപ്പം ടോട്ടൽ എത്ര വരും? സംതിങ് അറൗണ്ട് 7 പോയിൻ്റ് ഒക്കെ വരും. ഓക്കെ, -11 എത്ര വരും? -11 എത്ര വരും എന്നറിയാൻ ഓൾറെഡി ഇവിടെ വരെയുള്ളത് കണ്ടുപിടിച്ചു. -4 വരെയുള്ളത് കണ്ടുപിടിച്ചു. ഇനി ഇത്രയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഇത്രയും കൂടെ എന്ന് പറയുമ്പോൾ 2.1 ഇൻറ്റു ഗാമ സാറ്റ് ഇൻറ്റു ഡെപ്ത് എത്ര വരും? 11 - 4 എത്ര? 7. 11 - 4 7. സോ ആൻസർ എത്ര വരും? 14.2 എന്തോ വരും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഇവിടുത്തെ ടോട്ടൽ സ്ട്രെസ്. സോ ഇറ്റിൻ്റെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ 0യിൽ എത്ര ആയിരിക്കും? 0യിൽ 0 ആയിരിക്കും. കാരണം അവിടെ ഡെപ്ത് ഇല്ല. അത് വേരി ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്, അല്ലേ? നമുക്കത് ഡയഗ്രാമിൽ നോക്കാം. മനസ്സിലായെന്ന് കരുതുന്നു. യെസ്, അങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും കണ്ടുപിടിച്ചത്. പോർ വാട്ടർ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? U ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഗാമ W ഇൻറ്റു ഇസഡ് ആണ്, അല്ലേ? ഗാമ W ഇൻറ്റു ഇസഡ് ആണ്. വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് 9.81 ആണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി ടേക്കൺ as 10. നമുക്ക് 10 എടുക്കാം. അപ്പോൾ അത് ടണ്ണിൽ പറയുമ്പോൾ 1 എന്ന് എടുക്കാം. ഓക്കെ, 10നെ നമുക്ക് 1 എന്ന് എടുക്കാം. ടൺ പെർ മീറ്റർ ക്യൂബിൽ പറയുമ്പോൾ 1 ടൺ പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ,
അപ്പം യു ഈക്വൽ ടു 1 ഇൻറ്റു 4, -4ൽ 1 ഇൻറ്റു 4 എന്ന് എടുക്കും. -11ൽ 1 ഇൻറ്റു 11 എടുത്താൽ മതി. ഓക്കെ, അത്രയും മീറ്ററിൻ്റെ ഒന്നിച്ചങ്ങ് എടുത്താൽ മതി 1 ഇൻറ്റു 11. കാരണം അത്രയും വെള്ളത്തിൻ്റെ യൂണിറ്റ് വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, 2 ലെയറിലും വെള്ളമുണ്ട്. സോ 1 ഇൻറ്റു 11 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 4ഉം 11ഉം കിട്ടി. ടോട്ടൽ പോർ വാട്ടർ പ്രഷർ വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ പോർ വാട്ടർ പ്രഷറാണ് 11ൽ അറ്റ് 11 മീറ്ററിൽ കൊടുത്തിരിക്കുന്നത്, 11 ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് നോക്കാം. എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷറാണ് എഫക്റ്റീവ് സ്ട്രെസ്. അപ്പം അറ്റ് -4 മീറ്റർ 7.62 ആണ് ടോട്ടൽ സ്ട്രെസ്, മൈനസ് പോർ വാട്ടർ പ്രഷർ അറ്റ് -4 മീറ്റർ എത്ര? 4 ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം 7.62 മൈനസ് 4 3.68 വരും. ഇനി 11 മീറ്ററിലാകുമ്പോൾ എന്ത് പറ്റും? ടോട്ടൽ സ്ട്രെസ് എത്രയാണ്? 22.38 ആണ്. അതിൽ നിന്ന് 11 ടൺ പെർ മീറ്റർ സ്ക്വയർ കുറയ്ക്കണം. അപ്പോൾ 11.38 ആയിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് 11 മീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ സ്ട്രെസ് ഡയഗ്രാം. സ്ട്രെസ് ഡയഗ്രത്തിൽ നമുക്ക് ആദ്യം കിട്ടിയത് എന്തായിരുന്നു? ടോട്ടൽ സ്ട്രെസ് ആയിരുന്നു അല്ലേ? ടോട്ടൽ സ്ട്രെസ് നമ്മൾ വരയ്ക്കുക. അതായത് അറ്റ് 4 മീറ്ററിൽ 7.68 ആണ്, അറ്റ് 11 മീറ്ററിൽ 22.38 ആണ്. അപ്പോൾ ഇതിൽ ഒരു ലെയർ ചേഞ്ച് വരുന്നുണ്ട്, രണ്ട് ലെയേഴ്സ് വരുന്നതുകൊണ്ട് നമ്മളിവിടെ ഇവിടെ വരെ വേറൊരു ആംഗിൾ വന്നിട്ട് ഇവിടുന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇവിടെ ഒരു പാർട്ടീഷൻ, ഒരു ബൗണ്ടറി വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമ്മൾ പോർ വാട്ടർ പ്രഷറിൻ്റെ ഡയഗ്രാം വരയ്ക്കും. ഇവിടെ 7.68ഉം 22.38 ആണെങ്കിൽ അതിൻ്റെ ഏകദേശം പകുതി വരുന്ന രീതിയിൽ ചെറുതായിട്ട് പോർ വാട്ടർ പ്രഷർ ഡയഗ്രാം വരയ്ക്കുക. അത് ഡോട്ടഡ് ലൈൻസ് വെച്ചായിരിക്കും വരയ്ക്കുന്നത്. അടുത്തത് എഫക്റ്റീവ് സ്ട്രെസ് വരയ്ക്കുക. അതും ഇതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. 3.68ഉം 11.38ഉം ആണല്ലോ വരുന്നത് എഫക്റ്റീവ് സ്ട്രെസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അതിലും ചെറുതായിരിക്കും, പോർ വാട്ടർ പ്രഷറിനെക്കാട്ടി ചെറുതായിരിക്കും. ഈ ഭാഗമൊക്കെ അതിനെക്കാട്ടി ചെറുതായിട്ട് വരും. അത് ചെയിൻ ലൈൻ വെച്ചാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല ലൈൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ സ്ട്രെസ്സിന് നോർമൽ ലൈനിങ്ങും പോർ വാട്ടർ പ്രഷറിന് ഡോട്ടഡും എഫക്റ്റീവ് സ്ട്രെസ്സിന് ചെയിൻ ലൈനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ പ്രഷർ ഡയഗ്രാം, സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുന്നത്. പക്ഷേ ഇതിന് ചില ചേഞ്ചൊക്കെ വരും. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് പഠിക്കാം. തൽക്കാലം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒരു സ്മോൾ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ലെയർ മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ലെയർ. ഈ ലെയർ മാർക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ വരച്ച് പോകാൻ. ആദ്യം ടോട്ടൽ സ്ട്രെസ്, പിന്നെ പോർ വാട്ടർ പ്രഷർ, പിന്നെ എഫക്റ്റീവ് സ്ട്രെസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത്. ഈ പ്രോബ്ലം എക്സാമിന് ചോദിക്കും. ഓക്കെ, now we will move on to example number 2. Determine the neutral and effective stress at a depth of 16 meter below the ground level for the following conditions. 16 മീറ്റർ താഴെയുള്ള ഒരു പോയിന്റിലുള്ള ന്യൂട്രലും എഫക്റ്റീവ് സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ടേബിൾ ഈസ് 3 മീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് 3 മീറ്റർ താഴെയായിട്ട് വാട്ടർ ടേബിൾ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.68 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട് 0.72. ആവറേജ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ എബോവ് വാട്ടർ ടേബിൾ ഇസ് 8%. ആവറേജ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ എബോവ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് 8% ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്കിനിയും നമ്മളെങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ജി തന്നിട്ടുണ്ട് 2.68, സ്പെസിഫിക് ഗ്രാവിറ്റി ആണല്ലോ ജി. ഇ ആണ് വോയിഡ് റേഷ്യോ. ഡബ്ല്യു തന്നിട്ടുണ്ട് വാട്ടർ കണ്ടൻറ്റ് 8% ഫോർ സോയിൽ എബവ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിന് മുകളിലുള്ള സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ആണ് തന്നിരിക്കുന്നത് 8%. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നമുക്ക് അറിയാത്ത രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റ് നമുക്ക് അറിയത്തില്ല. യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല. ഇൻഡയറക്റ്റ്ലി സ്പെസിഫിക് ഗ്രാവിറ്റി, വോയിഡ് റേഷ്യോ, വാട്ടർ കണ്ടൻറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? രണ്ട് ലെയറിലെയും, അതായത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് മുകളിലെയും
ആ ഗ്രൗണ്ട് വാട്ടർ ടേബിളാണ് നമ്മുടെ ബൗണ്ടറി. രണ്ട് ലെയറിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ടേബിളാണ്. അപ്പോൾ ഫസ്റ്റ് 3 മീറ്ററിലേക്കുള്ള യൂണിറ്റ് വെയ്റ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് 13 മീറ്ററിലേക്കുള്ള യൂണിറ്റ് വെയ്റ്റും നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ 16 മീറ്ററിലെ, അതായത് ഏറ്റവും താഴെ വരെയുള്ള ഗ്രൗണ്ട് വാട്ടർ അല്ല, നമ്മുടെ സ്ട്രെസ് ഡയഗ്രമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ സ്ട്രെസ്സസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. അതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിന് നമുക്ക് ഗാമ കിട്ടണം. ഗാമ ഇല്ല. ഗാമ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ ഉള്ളത്? നമുക്ക് ഫസ്റ്റ് ലെയറിൽ എന്ന് പറയുമ്പോൾ, ഈ ആദ്യത്തെ ലെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധാ ഗാമയാണുള്ളത്. കാരണം അത് ബൾക്കല്ല, അത് ഗാമ ബൾക്കാണ്. അതായത് അതിന് സാച്ചുറേഷൻ ഇല്ല. ഗാമ സാച്ചുറേറ്റഡ് അല്ല. അത് ഗാമ സാച്ചുറേറ്റഡും അല്ല, അതെന്ത് ഗാമ ഡിയും അല്ല, ഗാമ സാറ്റും അല്ല. അങ്ങനെയാണെങ്കിൽ ഗാമയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഗാമയുടെ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഗാമയുടെ ഇക്വേഷനാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ്, ഈ ലെയറിൽ എന്താണുള്ളത്? ഗാമ സാറ്റ് ആണുള്ളത്. കാരണം ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ട്. അത് മീൻ ചെയ്യുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് ഈ സോയിൽ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളത് എന്താണ്? ഗാമ സാറ്റ് ആണ്. അപ്പോൾ ഈ ഗാമ സാറ്റിൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാമ കിട്ടും, അതായത് ഗാമ സാറ്റ് കിട്ടും. ഗാമയുടെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗാമയും കിട്ടും. സോ അതാണ് നമ്മളിനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. കാരണം ഇയും എസ്സും എല്ലാം തന്നിട്ടുണ്ട്, ഇയും ജിയും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അത്. നമ്മൾ ഫസ്റ്റ് 3 മീറ്ററിൻ്റെ ലെയർ എടുക്കുവാണ്. 3 മീറ്ററിൻ്റെ ലെയർ എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗാമ ഈക്വൽ ടു ജി പ്ലസ് ഇ എസ് ഡിവൈഡ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഗാമ ഈക്വൽ ടു ജി പ്ലസ് ഇ എസ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇതിനകത്ത് നമുക്ക് ജി ഉണ്ട്, ഇ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എസ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്കെല്ലാം അറിയാം ഇ എസ് ഈക്വൽ ടു ജി ഡബ്ല്യു ആണ്, മനസ്സിലായോ? അപ്പം നമുക്ക് ആ ജി പ്ലസ് ഇ എസിന് പകരം ജി ഡബ്ല്യു എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇതിൽ നമുക്ക് ജി കോമൺ എടുക്കാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. ഗാമ ഈക്വൽ ടു ജി ഇൻറ്റു 1+w ഡിവൈഡ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. അപ്പോൾ ഇതിനകത്ത് ഡബ്ല്യു ഉണ്ട്, 8% ആണ് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ മുകളിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെടുക്കുക. ഈ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, ഗാമ ഡബ്ല്യു നമുക്കറിയാം 9.81 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഗാമ കിട്ടും. ഗാമ കിട്ടിയല്ലോ, ആ ലെയറിൻ്റെ 3 മീറ്ററിൻ്റെ ഗാമ കിട്ടി. നൗ അടുത്ത 13 മീറ്ററിൻ്റെ ഗാമ സാറ്റ് കണ്ടുപിടിക്കണം. കാരണം അത് വാട്ടർ സാച്ചുറേറ്റഡ് ആണ്. സോ അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ജി പ്ലസ് ഇ ഡിവൈഡ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. അതിൻ്റെ ഗാമ സാറ്റിൻ്റെ ഇക്വേഷൻ ജി പ്ലസ് ഇ ഡിവൈഡ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. അവിടെ ജി പ്ലസ് ഇ എസ് ഇല്ലെന്നേ ഉള്ളൂ, ജി പ്ലസ് ഇ മാത്രമേ ഉള്ളൂ. കാരണം അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് എസ് 1 ആവും ഗാമ സാറ്റ. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അന്ന് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ ഗാമ എന്ന് പറയുന്നത് ജി പ്ലസ് ഇ എസ് ഡിവൈഡ് ബൈ 1+e ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ്. ഇതിൽ ഗാമ സാറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള യൂണിറ്റ് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര ആവും? 1 ആവും. അപ്പോൾ ഈ ഒരു എസ് എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ ഇതില്ല ഇനി. സോ ദ ഇക്വേഷൻ ബിക്കംസ് ജി പ്ലസ് ഇ ഡിവൈഡ് ബൈ 1+c ഇൻറ്റു ഗാമ ഡബ്ല്യു. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗാമ സാറ്റിന്. ഇനി നമുക്ക് ഗാമ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗാമ ഡി ഡ്രൈ കേസിലുള്ള ഗാമയെ കണ്ടുപിടിക്കുന്നെങ്കിൽ സാച്ചുറേഷൻ എത്ര ആയിരിക്കും? നമ്മുടെ നോർമൽ ഇക്വേഷനിൽ ജി പ്ലസ് ഇ എസിന് പകരം എസ് എത്ര ആയിരിക്കും? സാച്ചുറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് 0 ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ ഒരു ടേമേ കാണത്തില്ല. സോ ദ ഇക്വേഷൻ ബിക്കംസ് ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+c. അങ്ങനെയാണ് നമുക്ക് ഈ 2 ഇക്വേഷനും കിട്ടുന്നത്. സോ ഇതെല്ലാം ഡിറൈവ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഗാമയെന്നാണ്. ഗാമയാണ് നമ്മുടെ ജനറൽ യൂണിറ്റ് വെയിറ്റ്, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്നത് ഗാമയാണ്. സോ ആ ഇക്വേഷനിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം ഗാമ സാറ്റിൻ്റെ ആണെങ്കിലും ഗാമ ഡിയുടെ ഇക്വേഷൻ ആണെങ്കിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ എല്ലാം എഴുതാൻ പറ്റും. അപ്പോൾ ഗാമ സാറ്റ് ഉണ്ട്, ഗാമ സാറ്റിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും.
അപ്പോൾ നമുക്ക് ഗാമ സാറ്റ് കിട്ടി, ഗാമയും കിട്ടി, രണ്ടും കിട്ടി. ടോട്ടൽ പ്രഷർ അറ്റ് എ ഡെപ്ത് ഓഫ് 16 മീറ്റർ, 16 മീറ്ററിലുള്ള ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ ലെയറിൻ്റെ ഗാമ ഇൻറ്റു 3 മീറ്റർ പ്ലസ് രണ്ടാമത്തെ ലെയറിൻ്റെ ഗാമ ഇൻറ്റു 13 മീറ്റർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 301.6 ആണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ന്യൂട്രൽ പ്രഷർ അറ്റ് ദിസ് സ്റ്റെപ്പ്, ന്യൂട്രൽ പ്രഷറിനെ നമുക്ക് എന്തും പറയാം, വേണമെങ്കിൽ നമുക്ക് പോർ വാട്ടർ പ്രഷർ എന്നും പറയാം. അപ്പോൾ ഇവിടെ വെള്ളം ഉള്ള ഏരിയ എത്രയാണ്? ആദ്യത്തെ 3 മീറ്ററിൽ വെള്ളം ഉണ്ടോ? ഇല്ല, അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അടുത്ത 13 മീറ്റർ വരെ ഉള്ളൂ, 13 മീറ്ററിലാണ് വെള്ളം ഉള്ളത്. സോ പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ പ്രഷർ എടുക്കുമ്പോൾ 13 ഇൻറ്റു 9.81 എടുത്താൽ മതി. കാരണം മുകളിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ മുകളിലത്തെ 3 മീറ്റർ എടുക്കാത്തത്. പോർ വാട്ടർ ഉള്ളിടത്ത് മതിയല്ലോ പോർ വാട്ടർ പ്രഷർ. സോ യു ഈക്വൽ ടു 13 ഇൻറ്റു 9.81. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷറിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്താൽ മതി. സോ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, കുറച്ച് ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ഈ ഇക്വേഷൻസ് ഒക്കെ ആദ്യമേ പഠിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. അതൊക്കെ നമ്മുടെ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ച നമ്മുടെ ത്രീ ഫേസ് ഡയഗ്രാം ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ച നമ്മുടെ സോയിൽ പ്രോപ്പർട്ടീസ്. സോ ദിസ് ഈസ് എ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രെസ് ഡയഗ്രാം. അപ്പോൾ ഇതിൽ നമ്മുടെ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 മീറ്റർ വരെ 49.53 ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത 16 മീറ്റർ ആകുമ്പോഴേക്കും അത് 301 പോയിൻറ്റ് സംതിങ് ആവും അല്ലേ, 301 പോയിൻറ്റ് സംതിങ് ആവും. അതാണ് ഫസ്റ്റ് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡയഗ്രാം ഈ പോർ വാട്ടർ പ്രഷറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് 3 മീറ്റർ, ആദ്യത്തെ 3 മീറ്ററിൽ അതില്ല, സീറോയാണ്. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, അതുകൊണ്ടാണ് അത് അങ്ങനത്തെ ഒരു ഫിഗർ വന്നത്. ഓക്കെ, പിന്നെ അടുത്തതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്താണ്? എഫക്റ്റീവ് സ്ട്രെസ്സാണ്. എഫക്റ്റീവ് സ്ട്രെസ് 49.53 ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ആദ്യം എത്ര ആയിരുന്നു? അതെ, ആദ്യം ടോട്ടൽ സ്ട്രെസ്സിൻ്റെ സെയിം ആണ് എഫക്റ്റീവ് സ്ട്രെസ്, കാരണം അവിടെ പോർ വാട്ടർ പ്രഷർ സീറോ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 49.53 വന്നത്. പിന്നെ അത് 174.1 വരെ വരുന്നുണ്ട്. സോ ആ 16 മീറ്ററിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ട്രയാങ്കിൾ വെച്ചിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, നിങ്ങളത് വരച്ചൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. വളരെ സിമ്പിളാണ്. ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും സ്ഥിരം. സർചാർജ് ലോഡ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ റെക്റ്റാങ്കിളൂടെ വരും. സർചാർജ് ലോഡ് എന്ന് പറയുന്നത് ക്യൂ ഇല്ലേ, ക്യൂ ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു. അതിപ്പോൾ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത് മുകളിൽ തൊട്ട് താഴെ വരെയും ഒരുപോലെ ആയിരിക്കും വരുന്നത്, 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ട്രയാങ്കിളുടെ കൂടെ ഒരു റെക്റ്റാങ്കിളും കൂടെ വരും, റെക്റ്റാങ്കിളൂടെ വരും. അത് ചിലപ്പം ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതേ ഉള്ളൂ ഇതിനകത്തൊരു എക്സ്ട്രാ വരുന്ന ഒരു കമ്പണൻ്റ് അല്ലെ ഒരു കാര്യം. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ തന്നെ അവസാനിപ്പിക്കാം. താങ്ക് യു.